ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചായക്കടയിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു നല്ല ചായ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. അതിനുവേണ്ടി ഞാനിവിടെ അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിക്കുന്നതൊക്കെ പാലിൻ്റെ കൊഴുപ്പിനനുസരിച്ചും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അരക്കപ്പ് പാലിലാണ് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3/4 കപ്പ് പാലെടുത്തിട്ട് 1/4 കപ്പ് വെള്ളവും ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചായപ്പൊടിയും, 1 ഗ്ലാസ് കപ്പ് ചായക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി മതി. പിന്നെ കൂടുതൽ വേണമെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ഇടാം. വേണമെങ്കിൽ 2 ഏലക്ക കൂടി ഇതിൻ്റെ കൂടെ ചേർത്താം. എന്നിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പൊങ്ങി പുറത്ത് പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഇത് ചെറിയ തരിയാണെങ്കിൽ ഒരു 15 സെക്കൻഡ് ഇതുപോലെ തിളപ്പിച്ചാൽ മതി. വലിയ തരിയാണെങ്കിൽ കുറച്ചും കൂടെ നേരം തിളപ്പിക്കണം. എന്നിട്ട് ചായപ്പൊടിയിൽ കൂടുതൽ നേരം ചായ വെച്ചാൽ ചായൻ്റെ ടേസ്റ്റ് മാറിപ്പോവും കേട്ടോ, ടേസ്റ്റ് ഇല്ലാതാവും. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് ചായയിൽ കിട്ടുന്ന അതേപോലെ പതപ്പിക്കാൻ ഇതുപോലെ കപ്പിൻ്റെ അടുത്ത് പിടിച്ച് പൊക്കി പിടിച്ച് ഒഴിച്ചാൽ നല്ല പതഞ്ഞു വരും. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഇതാ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്താ നോക്കാം. ഞാൻ പരിപ്പ് താളിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിവിടെ ഞാനൊരു കപ്പ് പരിപ്പ് എടുത്ത് കഴുകുന്നുണ്ട്. ഇത് കഴുകി ഒരു ചെറിയ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ടുള്ള കറി ഉണ്ടാക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു 2 തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു വലിയ സവാള ഇടുന്നുണ്ട്. 2 പച്ചമുളക് ഇടുന്നുണ്ട്. ഇനി കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഉപ്പ്. ഇനി അതിന് മേലെ കുറച്ച് എണ്ണ, അത് തിളച്ച് കുക്കറിൻ്റെ മേലെ ഒലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷനലാണ്, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് കറക്റ്റ് 1 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യണം. കാരണം ഇത് പെട്ടെന്ന് വേവുന്ന പരിപ്പാണ്. പിന്നെ ഓരോ പരിപ്പിൻ്റെ വേവിനനുസരിച്ച് കുക്കറിൻ്റെ ഇതിനനുസരിച്ചൊക്കെ നമ്മൾ മാറ്റം വരുത്തേണ്ടി വരും കേട്ടോ. ചില പരിപ്പിന് നല്ല വേവായിരിക്കും. ഇത് പെട്ടെന്ന് വേവുന്ന പരിപ്പായതുകൊണ്ട് 1 വിസിൽ വെച്ചാൽ മതി. അപ്പോൾ പരിപ്പ് ഇതാ 1 വിസിലടിച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് 2 തണ്ട് കറിവേപ്പിലയിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഫ്ലെയിം വളരെ കമ്മിയാക്കിയിട്ട് വേണം കേട്ടോ ഇതൊക്കെ ഇടാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. നമ്മളത് ലൂസാക്കണമെങ്കിൽ ഇതുപോലെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ചട്ടിയിലൊഴിച്ച് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.